Hello guys, welcome back to Salem Learning. It's me Anuratna, നിങ്ങളുടെ സ്വന്തം അനുമിസ്സാണ്. ഓക്കെ, അപ്പൊ എന്റെ മക്കളെ എല്ലാവരും അടിപൊളിയായിട്ട് നിങ്ങൾ ഓണം എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുന്നുണ്ടായിരിക്കും. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും അല്ലെ. അപ്പൊ നമുക്കറിയാം നമ്മളെ സിലബസ് മാറിയതാണ്. അപ്പൊ സിലബസ് മാറിയ കേസിൽ നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ട് തോന്നിയത് ചിലപ്പം മാത്സ് ആയിരിക്കാം അല്ലെ. അപ്പൊ മാത്സിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് ഈ 4 ചാപ്റ്റർ എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് ഓണം എക്സാമിനുള്ള 4 ചാപ്റ്റേഴ്സും അതിലേറ്റവും ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഡിവിഷൻ മെത്തേഡ് അല്ലെ, ഹരണ രീതികൾ എന്നുള്ള ചാപ്റ്ററിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ചോദ്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എവിടെയെങ്കിലും എന്റെ മക്കൾക്ക് ചാപ്റ്റർ വൈസ് ആയിട്ടോ അല്ലെങ്കിൽ എക്സാം വൈസ് ആയിട്ടോ ആ ചോദ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. ഓക്കെ, അപ്പൊ സെറ്റ് ആണെങ്കിൽ വേഗം മിസ് ചോദ്യം വായിച്ചു തരാം. എന്റെ മക്കളെ അവിടെ ഇരുന്നിട്ട് മിസ്സിന്റെ കൂടെ തന്നെ ചെയ്യാം. നിങ്ങൾ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ തന്നെയാണ് നമ്മളിപ്പോ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ അത് മോഡലായിട്ട് 2 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ നല്ലപോലെ ശ്രദ്ധിക്കേണ്ട, നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു ഭാഗമാണ് ഡിവിഷൻ മെത്തേഡിലെ ഇനി നമ്മൾ ഇപ്പൊ പഠിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ. ഓക്കെ, അപ്പൊ അതിലെ ആദ്യത്തെ ചോദ്യമാണ്, കണ്ടിട്ടുണ്ടായിരിക്കും എന്റെ കുട്ടികള്. നല്ലപോലെ ചോദ്യം ഒന്ന് വേഗം വായിച്ചു നോക്കാം കേട്ടോ. എന്താ ചോദ്യം? ചുവടെയുള്ള സംഖ്യകളെ 9ന്റെ മടങ്ങും മിച്ചവുമായിട്ട് പിരിച്ചെഴുതുക അല്ലെ. അപ്പൊ നമുക്ക് അറിയുന്ന കാര്യമാണ് ഡിവൈഡ് ചെയ്യാന്നുള്ളത്. സംഖ്യ ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹരിച്ചു നോക്കുമ്പോ എന്തുണ്ടായിരുന്നു? റിമൈൻഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ. കുറച്ച് നമ്പേഴ്സിന് റിമൈൻഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ റിമൈൻഡർ കിട്ടുന്ന കേസിൽ നമ്മൾ നമ്പേഴ്സിനെ പിരിച്ചെഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ചുമ്മാ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ 21നെ ഞാൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം എന്ന് വിചാരിക്കാം. 21നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 21ൽ 5 4 ടൈംസ് പോകും അല്ലെ. അപ്പൊ 4 × 5 20. ബാക്കി എത്ര വന്നു? റിമൈൻഡർ ആയിട്ട് നമുക്ക് 1 വന്നു. അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെ മാറ്റി എഴുതും? മാത്തമാറ്റിക്കൽ രീതിയിലേക്ക് നമ്മൾ അതിനെ മാറ്റി എഴുതാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയായിരുന്നു പഠിച്ചത്? 21 അല്ലെ, 21 എന്ന് പറയുന്ന സംഖ്യ കിട്ടണമെങ്കിൽ ഈ 4നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് റിമൈൻഡർ ആയിട്ട് കിട്ടിയ ഈ 1 ആഡ് ചെയ്ത് കൊടുത്താൽ മതി എന്നുള്ളത് ഒരു മാത്തമാറ്റിക്കൽ ഫോം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ് ഈ ഒരു മാത്തമാറ്റിക്കൽ രീതി എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിന്റെ മക്കൾ മറന്നു പോകരുത്, കുഞ്ഞി ക്ലാസ്സിലേ പഠിച്ചു വരുന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കേസാണ് എല്ലാ സെക്ഷനിലും ഉണ്ടായിരിക്കുക. നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ? നമുക്കിവിടെ 111 അതേപോലെ 1111 ഈ ഒരു കാര്യങ്ങള് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇത് ABC എന്ന് പറഞ്ഞ 3 നമ്പേഴ്സുകൾ കൊടുത്തിട്ടുണ്ട്. ആ 3 നമ്പേഴ്സിനെയും 9 കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്ത് നോക്കണം. അപ്പൊ ഡിവൈഡ് ചെയ്താൽ എന്തായാലും ഇതുപോലെ റിമൈൻഡർ വന്നേക്കാം. അപ്പൊ നമ്മള് അതിനെ ഒരു നമ്പർ പാറ്റേൺ ഇപ്പൊ എഴുതിയ ആ ഒരു രീതിയിലേക്ക് അതിനെ മാറ്റി എഴുതാൻ പറ്റുമോ എന്ന് നോക്കണം. അതിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് അല്ലെ. ഈ Aയും Bയും Cയും നമ്മൾ ചെയ്യുകയാണെങ്കിൽ മൂന്നാമത്തേത് ഇവിടെയുള്ള സംഖ്യനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന സംഖ്യ നമുക്ക് ഊഹിക്കാൻ പറ്റും. നമ്മൾ ചെയ്ത് നോക്കിയാൽ എന്റെ മക്കൾക്ക് മനസ്സിലാവും. അപ്പൊ ആ ഒരു രീതിയിൽ ആ ഒരു പാറ്റേണിലായിരിക്കും അത് പോകുന്നുണ്ടാവാം. അപ്പൊ നമുക്കത് ചെയ്തു നോക്കാം. അപ്പൊ തന്നെ എന്റെ മക്കൾക്ക് എന്താണ് മിസ് ഉദ്ദേശിക്കുന്നത് എന്റെ മക്കളെ കണ്ടുപിടിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? ഇങ്ങനെ കിട്ടുന്നതിന്റെ സംഖ്യാക്രമം എഴുതണം. ഈ സംഖ്യാക്രമം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ പറഞ്ഞ ഈ ഒരു നമ്പർ പാറ്റേൺ ആണ്. അപ്പൊ ആ നമ്പർ പാറ്റേണും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എഴുതി നോക്കണം. ഞാൻ എന്ത് ചെയ്യാണ്? ABC ഈ 3 നമ്പേഴ്സിനെയും 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ ആദ്യം ഞാൻ എന്ത് ചെയ്യാണ്? 11 അല്ലെ, 11നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 11നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 9. 11ൽ ഒരു തവണയെ പോകുള്ളൂ അല്ലെ. 9. ബാക്കി എത്ര വരും എനിക്ക്? ബാക്കി എനിക്ക് 2 എന്ത് കിട്ടി? റിമൈൻഡർ. അതവിടെ നിക്കട്ടെ. അടുത്ത B ക്വസ്റ്റ്യൻ അല്ലെ. B നമ്മൾ എന്ത് വേണം? 111 111നെയാണ് 9 കൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. 111 ഡിവൈഡഡ് ബൈ 9 എങ്ങനെ ചെയ്യും? ആദ്യം 11ല് 9 പോവോ നോക്കണം അല്ലെ. ഒരു തവണ പോകും. 9 ബാക്കി 2. ഇനി ഇതാ ബാക്കിയുള്ള ഒന്നുകൂടെ ഞാൻ ഇറക്കി എഴുതി അല്ലെ. അപ്പൊ 21ല് 9 2 തവണ പോകും അല്ലെ. 2 9 18. ബാക്കി എത്ര വരുവടാ? റിമൈൻഡർ എനിക്ക് 3 എന്ന് കിട്ടി, 3 എന്ന് കിട്ടി. അപ്പൊ നമ്മൾ ഓരോന്നോരോന്ന് ചുമ്മാ ചെയ്ത് വെക്കാം. അപ്പൊ ഉത്തരം കിട്ടുന്ന രീതി നമ്മൾ അവസാനം നോക്കിയാൽ എന്റെ മക്കൾക്ക് അതിലൊരു പാറ്റേൺ ഉണ്ട്, നമ്പർ പാറ്റേൺ ഉണ്ട് എന്ന് മനസ്സിലാവും. അപ്പൊ നോക്കാലോ. ഇനി അടുത്തത് C ആരായിരുന്നു? 1111 ആയിരുന്നു. അപ്പൊ നോക്കാം, അതിനെ ഒന്നും എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്ത് നോക്കാം.
9 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നോക്കിക്കേ, 11 9 ഒരു തവണ പോകൂലേ, ഒരു 9 ബാക്കി എത്ര വരുവടാ? 2. എന്നിട്ടോ ഈ 1 ഞാൻ താഴോട്ടേക്ക് ഇറക്കി എഴുതി 21. 21 2 തവണ പോകും, 2 9 18 ബാക്കി 3. ഇനിയുണ്ടല്ലോ ഇറക്കി എഴുതാൻ ഒന്നും കൂടെ അല്ലെ. അപ്പൊ 31 9 പോവോ നോക്കണം. 31 3 തവണ പോകൂലേ, 3 9 27 ബാക്കി എത്ര കിട്ടും എനിക്ക്? റിമൈൻഡർ 4 എന്ന് കിട്ടി. അപ്പൊ എന്റെ മക്കള് നമ്പേഴ്സുകൾ ചുമ്മാ ഒന്ന് നോക്കിക്കേ, നമുക്ക് കിട്ടിയ നമ്പേഴ്സുകൾ നോക്കുക അല്ലെ. നീ നോക്കിക്കേ, ആദ്യം കിട്ടിയ ആൻസർ 1 പിന്നെ നോക്കിക്കേ 1 2, പിന്നെയോ 1 2 3 ഇല്ലേ, ആ ഒരു പാറ്റേൺ ആണ്, നമ്പർ പാറ്റേൺ ആണ് കൊണ്ടുപോകുന്നത്. അതേപോലെ റിമൈൻഡർ നോക്കിക്കേ നിങ്ങള് 2 3 4. അങ്ങനെയാണെങ്കിൽ നമ്മളോട് എന്താ പറഞ്ഞത്? തൊട്ടടുത്ത സംഖ്യനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താണ് ഉത്തരം കിട്ടുക എന്ന് നമ്മൾ ഊഹിക്കണം അല്ലെ. അപ്പൊ നമുക്കത് കിട്ടിയില്ലേ, ഉത്തരം കിട്ടുമല്ലോ. എന്തായിരിക്കും കിട്ടുക? ദേ നമ്മളോട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞത് ഈ ഒരു വലിയ നമ്പറിനെ 9 കൊണ്ടാ. അപ്പൊ എന്തായിരിക്കും ആൻസർ വരിക? ദേ 1 2 3 4 ആയിരിക്കും അല്ലെ. ആ ഒരു നമ്പർ പാറ്റേൺ ആണ് അവിടെ പൊക്കോണ്ടിരിക്കുന്നത്. റിമൈൻഡർ എന്ത് കിട്ടിയിട്ടുണ്ടാവണം? 5 എന്ന് കിട്ടിയിട്ടും ഉണ്ടാവണം. കാരണം ദേ ഇവിടെ 2 3 4, അപ്പൊ തൊട്ടടുത്ത റിമൈൻഡർ എന്തായിരിക്കണം? 5 ആയിരിക്കണം. അപ്പൊ നമ്മൾ നേരത്തെ എഴുതിയ നമ്പർ പാറ്റേൺ പോലെ ഇതിനെ എഴുതാം. അപ്പൊ ഇവിടെ ഒരു നമ്പർ പാറ്റേൺ 1 1 2 1 2 3 1 2 3 4 ഇതൊരു നമ്പർ പാറ്റേൺ ആണ്. അതിന്റെ കൂടെ നേരത്തെ നമ്മൾ ഡിവിഷൻ മെത്തേഡിന്റെ രീതി എഴുതിയില്ലേ, അതുപോലെ ചുമ്മാ ഒന്ന് ഇതിനെ എഴുതി നോക്കിക്കേ എന്റെ കുട്ടികള്. എങ്ങനെ വരും? ദേ നമുക്ക് 11 എന്നുള്ള ഉത്തരം കിട്ടാൻ അല്ലെ, 11 എന്നുള്ള ഉത്തരം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? 1നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1 × 9 ചെയ്താൽ 9 കിട്ടും. അതിന്റെ കൂടെ ഈ റിമൈൻഡർ ആയിട്ടുള്ള 2 ആഡ് ചെയ്യണം. അതുപോലെ അടുത്തത് അല്ലെ, ദേ 111 കിട്ടാനോ ദേ ഇവിടെയുള്ള 12നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് റിമൈൻഡർ ആയിട്ടുള്ള 3 ആഡ് ചെയ്ത് കൊടുക്കണം. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാ. ഇനി എന്താണുള്ളത്? 1111 കിട്ടാൻ ഇവിടെയുള്ള 123 അല്ലെ, 123നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എത്ര ആഡ് ചെയ്ത് കൊടുക്കണം? റിമൈൻഡർ ആയിട്ടുള്ള 4 ആഡ് ചെയ്യണം. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഇതുപോലെ എഴുതിക്കൂടെ? ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മളോട് എന്താ പറഞ്ഞത്? 11,111 കിട്ടാൻ എത്ര വേണം? 1234നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് റിമൈൻഡർ ആയിട്ടുള്ള 5 ആഡ് ചെയ്യേണ്ടി വരും. ഇതാണ് അതിന്റെ നമ്പർ പാറ്റേൺ നമ്മൾ ഡിവിഷൻ മെത്തേഡ് വഴി ചെയ്യുവാണെങ്കിൽ. അപ്പൊ ഈ ഒരു പാറ്റേണും എന്റെ മക്കളെ മറന്നു പോവാതെ ഓർമ്മിച്ച് വെക്കണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഡിവിഷൻ മെത്തേഡില് ഈ ഒരു സെക്ഷൻ. നിങ്ങൾക്ക് ഓണപരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു കാര്യം കൂടെയാണ്. അപ്പൊ ഈ ഒരു ചോദ്യം പോലെ തന്നെയാണ് മക്കൾ ഇതാ ഇപ്പൊ ബോർഡിൽ കാണുന്ന ഒരു ചോദ്യവും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യമാണ്. 2 ക്വസ്റ്റ്യൻസ് ഒരേപോലെ ചെയ്യാൻ പറ്റുന്ന ചോദ്യം നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ അവർ തന്നിട്ടുണ്ട്. അപ്പൊ ഇതും അതുപോലെ തന്നെയാണ്. പക്ഷെ ഡിവൈഡ് ചെയ്യേണ്ടത് ആരെ കൊണ്ടാ? 8 കൊണ്ട്. അപ്പൊ എന്റെ മക്കള് ഇതുപോലെ എന്ത് ചെയ്യാ? ഡിവൈഡ് ചെയ്ത് നോക്കുക. ഉത്തരം നമുക്ക് കിട്ടുന്നുണ്ടോ? നമ്പർ പാറ്റേൺ ആയിട്ട് കിട്ടുന്നുണ്ടോ നോക്കുക. ഓക്കെ, അങ്ങനെ ആൻസർ കിട്ടുവാണെങ്കിൽ മക്കൾ എന്ത് ചെയ്യാ? കമന്റ് സെക്ഷനിൽ വന്നിട്ട് പറയാ. അപ്പൊ അതുപോലെ ഓണപരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഏത് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും മക്കൾക്ക് കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ സെറ്റ് ആയിട്ട് നല്ല മക്കളായിട്ട് പഠിക്കുക. എന്റെ മക്കൾക്ക് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ആൻഡ് നമ്മള് ഇനി വരുന്ന ഓണപരീക്ഷയ്ക്ക് ഇന്ന് വരുന്ന മെഗാ മാരത്തോണിലും അതേപോലെ നാളെ വരുന്ന മോർണിംഗ് ബൂസ്റ്ററിലും അല്ലെ. അപ്പൊ ഇന്ന് 7:30 നമ്മളെ മെഗാ മാരത്തോണും അതുപോലെ 6:30 നമ്മളെ മോർണിംഗ് ബൂസ്റ്റർ ഒക്കെ ഉണ്ടായിരിക്കും. എന്റെ മക്കൾ എന്ത് ചെയ്യാ? അടിപൊളിയായിട്ട് 2 ലൈവുകളും കണ്ടിട്ട് ഓണപരീക്ഷ നല്ല സെറ്റ് ആയിട്ട് കളറായിട്ട് എഴുതണം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ ബൈ, സീ യു.